ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്നതും അല്ലാഹുവിന്റെ റസൂൽ അറിയുന്നതും ഖുർആൻ പറഞ്ഞല്ലോ. ആ അറിവ് നമ്മുടെ ഇമാമുകൾ വിവരിക്കുന്നുണ്ട്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അവിൽ മുറാദു ബിർറൂഹിൽ ഫറാഗു മിനശ്ശുഗൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബായ നബിയുടെ പുന്നാര ഹുജറ ശരീഫ് സിയാറത്ത് ചെയ്ത് സലാം പറയുമ്പോൾ അല്ലാഹു തആല അവിടത്തെ തിരുറൂഹിനെ അവിടത്തേക്ക് പെട്ടെന്ന് മടക്കിക്കൊടുക്കും എന്ന ഹദീസിന്റെ അകത്ത് ആ റൂഹിന്റെ ഉദ്ദേശ്യം അൽ ഫറാഗു മിനശ്ശുഗലില്ലദീ ബിസ്വദദിഹി ഫിൽ ബർസഖി, പശിച്ചവരുടെ ലോകത്തുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ നിരന്തരമായ ജോലിയിൽ നിന്നുള്ള ഒരു ചെറിയ ഒഴിവ് നബിക്ക് കിട്ടും എന്നാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ സഫിയല്ലാഹ്. ആരംഭ നബിയുടെ തിരുസവിധത്തിൽ നിന്ന് നമ്മൾ സലാം പറയുമ്പോ നബി തങ്ങളുടെ അതുവരെയുള്ള നിലപാടിൽ നിന്ന്, അതുവരെയുള്ള നിരന്തരമായ ജോലി തിരക്കിൽ നിന്ന് ഒരു ചെറിയ വിടവ് തങ്ങൾക്ക് കിട്ടും ഈ സലാമിന്റെ ബർക്കത്ത് കൊണ്ട്. അതുവരെയുള്ള നബിയുടെ ജോലി എന്താണ്? മിനൻ നളരി ഫീ അഅമാലി ഉമ്മത്തിഹി, നബിന്റെ സമുദായത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുകയാണ് സദാ നേരം നബി. വല്ലിസ്തിഗ്ഫാരി ലിമുസീഇഹിം, അവരിൽ നിന്നുള്ള തോന്നിയാസികൾക്ക് വേണ്ടി പാപമോചനം തേടുകയാണ് നബി. വദ്ദുആഇ ബികശ്ഫിൽ ബലാഇ അൻഹും, അവരിൽ നിന്ന് ആപത്ത് തട്ടിപ്പോകാൻ ദുആ ചെയ്യുകയാണ് നബി. വത്തറദ്ദുദി ഫീ അഖ്താരിൽ അർദി ബിഹുലൂലിൽ ബറക്കത്തി ഫീഹാ, ഭൂമിയുടെ ഏതൊക്കെ ഭാഗങ്ങളിൽ അല്ലാഹുവിന്റെ പ്രത്യേക ബറക്കത്ത് ഇറങ്ങണോ ആ ബറക്കത്ത് ഇറങ്ങേണ്ട പ്രദേശങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മാവ്. ഔ ഹുദൂരി ജനാസത്തി സ്വാലിഹി ഉമ്മത്തിഹി, നബിയുടെ ഉമ്മത്തിൽ നിന്നുള്ള സദ്വൃത്തരായ സ്വാലിഹീങ്ങളുടെ ജനാസക്ക് ഹാജരാവുകയും ചെയ്യുകയാണ് നബി. അല്ലാഹുവിന്റെ മഹത്തുക്കളായ ഭക്തരായ സത്യവിശ്വാസികൾ മരിക്കുമ്പോ പുന്നാര നബി തങ്ങൾ ജനാസക്ക് ഹാജരാകും. തങ്ങൾ നിസ്കാരത്തിൽ കൂടും, ഖബറിങ്കിൽ കൂടും, തസ്ബീഹിൽ കൂടും, തൽഖീനിൽ കൂടും. ഈ ജോലിയാണ് നബിക്കുള്ളത്. കമാ വറദത് ബിദാലികൽ അഹാദീഥു വൽ അഖ്ബാർ, ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിലുള്ളതാണ്. പുന്നാര നബിയുടെ ഹദീസുകളുടെ താല്പര്യമാണ്. ഇമാം ഇബ്നു ഹജർ തന്റെ ഫതാവൽ കുബറ ഭാഗം 2 136 പേജിൽ വളരെ വ്യക്തമായി വിവരിച്ച ഈ പാഠം വെച്ചുകൊണ്ട് എന്റെ വിശ്വാസികളെ, എന്റെ മുഅ്മിനീങ്ങളെ, പരലോകത്തെക്കുറിച്ച് എത്തുന്നതിന്റെ മുൻപ് പരേതാത്മാക്കളുടെ ലോകത്ത് ആത്മാക്കളുടെ നിലപാടെന്താണ്? പുന്നാര നബിയുടെ നിലപാടെന്താണ്? ആ നബിയുടെ ആത്മാവിന്റെ ദൗത്യം എന്താണ്? ധർമ്മം എന്താണ്? എന്തൊക്കെയാണ് നബി നിർവഹിക്കുന്നത്? ആരംഭ നബി തങ്ങളുടെ തിരുഹക്ക് ജാഗവർക്കത്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പാപമോചനം നേടുന്നവരാൽ അള്ളാഹു നാം ഏവരെയുമാക്കട്ടെ. നമ്മുടെ ജനാസക്ക് ഹാജരാകുന്നവരിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യം കിട്ടുന്നവരിൽ പടച്ച തമ്പുരാൻ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ബർക്കത്ത് വർഷിക്കുന്ന, ബർക്കത്ത് കൊണ്ട് നബി തങ്ങളുടെ റൂഹ് ഹാജരാകുന്ന ഇടങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളെയും ഈ സദസ്സ് അല്ലാഹു തആലാക്കുമാറാവട്ടെ. നാം ജീവിക്കുന്ന മേഖലയൊക്കെ പുന്നാര നബിയുടെ ശഫാഅത്ത് കൊണ്ട് രാജാതിരാജ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ.